അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 30-ാം തീയതി നടന്ന JEE എക്സാമിൻ്റെ ഷിഫ്റ്റ് 2-ലെ ഫിസിക്സിനകത്തുള്ള +1 ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ഓക്കെ, അപ്പോൾ നേരിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത് T1 ആൻഡ് T2 ആണ്. ഈ രണ്ട് പോയിന്റിലുള്ള ടെൻഷൻ. ഈ രണ്ട് പോയിന്റിലെ ടെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് T2 കണ്ടുപിടിക്കുന്ന പ്രോസസ്സിലേക്ക് പോകാം. T2 കണ്ടുപിടിക്കുന്ന പ്രോസസ്സിലേക്ക് പോകണമെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ 2 കിലോഗ്രാം, ഇവിടെ 3 കിലോഗ്രാം. രണ്ടിനെയും കൂടി വലിക്കുന്ന ഫോഴ്സ് എന്താണെന്ന് വെച്ചാൽ T2. നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, ഈ സ്ട്രിങ്ങിലെ ടെൻഷനാണ് 3 കിലോഗ്രാമിനെയും 2 കിലോഗ്രാമിനെയും വലിച്ചു നീക്കുന്നത്. ഇപ്പുറത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും T1 ടെൻഷനാണ് 2 കിലോഗ്രാമിനെ വലിച്ചു നീക്കുന്നത്. അപ്പോൾ നമുക്ക് 2ഉം 3ഉം കൂടി ആദ്യം ഒരുമിച്ചെടുക്കാം. ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ എന്താ? ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. നെറ്റ് ഫോഴ്സ് എത്രയാണ്? ഇവിടെ വലിക്കുന്ന ഫോഴ്സ് 10 ന്യൂട്ടൺ. ടോട്ടൽ മാസ് എത്രയാണ്? 3 2 5 5 10. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. അതിനർത്ഥം ഈ സിസ്റ്റം 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിലാണ് പോകുന്നത്. 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ പോകുന്ന ഈ സിസ്റ്റത്തിൻ്റെ എല്ലാ ബോഡിയുടെയും ആക്സിലറേഷൻ സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ആ സ്ട്രിങ് പൊട്ടണം, അല്ലെങ്കിൽ എല്ലാവരുടെയും ആക്സിലറേഷൻ സെയിം ആയിരിക്കും. അപ്പോൾ 2ഉം 3ഉം കൂടി പോകുന്ന ആക്സിലറേഷനും 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഇനി നമ്മൾ രണ്ടാമത് ചിന്തിക്കുന്നു, ഈ 2ഉം 3ഉം കൂടി പോകുന്ന ആക്സിലറേഷൻ 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനിൽ 5 കിലോഗ്രാമിന് പോകാൻ എത്ര ഫോഴ്സ് വേണം? F = ma. അതായത് 5 × 1 5 ന്യൂട്ടൺ. കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് T1 കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ 2 കിലോഗ്രാം മാത്രം എടുക്ക്. അതിനെ വലിക്കുന്ന ഫോഴ്സാണ് T1. 2 കിലോഗ്രാമിനെ വലിക്കുന്ന ഫോഴ്സ് T1 ആണ്. അത് പോകുന്ന ആക്സിലറേഷനും എത്ര തന്നെയാണ്? എല്ലാവരും പോകുന്ന ആക്സിലറേഷൻ സെയിം ആണ്, 1 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ പറയാണ് അങ്ങനെയാണെങ്കിൽ T1 എത്രയായിരിക്കും? അഗെയിൻ ma. മാസ് എത്രയാ? 2. ആക്സിലറേഷൻ എത്രയാ? 1 2 ന്യൂട്ടൺ. കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഇത് പുള്ളിലും ആപ്ലിക്കബിൾ ആണ്. ഇതിൻ്റെ തന്നെ പുഷ് ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. അവിടെയും ഈ പരിപാടി ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ 5 ന്യൂട്ടൺ ആൻഡ് 2 ന്യൂട്ടൺ. 5 ന്യൂട്ടൺ. T1 T2. അപ്പോൾ T1 T2 ആണ് ചോദിച്ചത്. അപ്പോൾ T1 2 ന്യൂട്ടണും T2 5 ന്യൂട്ടണും. അതാണ് അതിൻ്റെ 2 ന്യൂട്ടൺ ആൻഡ് 5 ന്യൂട്ടൺ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഐസ് അറ്റ് എ ടെമ്പറേച്ചർ -10 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് കൺവേർട്ടഡ് ടു സ്റ്റീമാക്കി മാറ്റി. അതിന് പ്ലോട്ട് ചെയ്ത കർവ് ടെമ്പറേച്ചറും ടൈമും തമ്മിലുള്ള കർവാണ്. അപ്പോൾ നമുക്കറിയാം -10 ഡിഗ്രി സെൽഷ്യസിൽ ഐസിന് ഹീറ്റ് ചെയ്താൽ അത് ചൂടായി വന്ന് 0 എത്തും. 0 എത്തിക്കഴിഞ്ഞാൽ ഐസ് എന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. പിന്നെയും ചൂടായി കഴിഞ്ഞാൽ അത് ചൂടായി 100-ലെത്തും. 100-ലെത്തിയാൽ വാട്ടർ എന്തായിട്ട് മാറും? സ്റ്റീമായിട്ട് മാറും. അപ്പോൾ ഈ 0-ലും 100-ലും ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല. വെള്ളം ഐസ് വാട്ടർ ആവുന്ന പ്രോസസ്സിലും വാട്ടർ സ്റ്റീം ആവുന്ന പ്രോസസ്സിലും ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല. അത് രണ്ടും നടക്കുക കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ്. അപ്പോൾ അങ്ങനെ ജനറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഈ രണ്ടാമത്തെ ഗ്രാഫാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നെഗറ്റീവിലുള്ള ഐസ് ചൂടായി വന്ന് ഇവിടെ 0-ലെത്തി. 0-ലെത്തിയതിന് ശേഷം പിന്നെ ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇല്ല. കണ്ടോ? ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇല്ല, ഹൊറിസോണ്ടലായി. പക്ഷേ ടൈം മുന്നോട്ട് പോകും. അത് ഐസ് വെള്ളമായി മാറി. പിന്നെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് അങ്ങനെ 100-ലെത്തി. പിന്നെ ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല. പിന്നെ വെള്ളം സ്റ്റീമായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഗ്രാഫ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്തത് കെൽവിനിലായിരിക്കില്ല. കാരണം കെൽവിനിലാണെങ്കിൽ അത് നെഗറ്റീവ് പോവില്ല. നെഗറ്റീവ് പോയ സ്ഥിതിക്ക് ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്ത് ഡിഗ്രി സെൽഷ്യസിലായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2 particles are projected from a tower of a height 400 meter. Angle 45 degrees 60 degrees with horizontal. If they have same time of flight, find the ratio of their velocity. രണ്ട് പേരുടെയും ടൈം ഓഫ് ഫ്ലൈറ്റ് ഒരുപോലെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരുടെ വെലോസിറ്റിയുടെ റേഷ്യോ. ഓക്കെ, എന്താ ടൈം ഓഫ് ഫ്ലൈറ്റ്? പ്രൊജക്ടൈൽ മോഷനാണ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2u sin θ/g ആണ്. രണ്ടുപേരുടെയും ടൈം ഓഫ് ഫ്ലൈറ്റ് ഒരുപോലെയാണ്. രണ്ടുപേരുടെയും ടൈം ഓഫ് ഫ്ലൈറ്റ് ഒരുപോലെയാണെങ്കിൽ പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി, അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് രണ്ടുപേരുടെയും ഒരുപോലെയാണ്. അപ്പോൾ രണ്ടുപേരുടെയും ടൈം ഓഫ് ഫ്ലൈറ്റ് ഒരുപോലെയാണ്. g രണ്ടുപേർക്കും ഒരുപോലെയാണ് നമുക്കറിയാം. ഈ 2 രണ്ടുപേർക്കും ഒരുപോലെയാണ് നമുക്കറിയാം. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ യുവും സൈൻ തീറ്റയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. യു സൈൻ തീറ്റയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണെന്ന് മനസ്സിലായി. യും സൈൻ തീറ്റയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമ്മൾ സൈൻ തീറ്റയുടെ റേഷ്യോ എടുക്കാം. സൈൻ തീറ്റയുടെ റേഷ്യോ എന്താ? 45ഉം 60ഉം ആണ്.
45 സൈൻ തീറ്റ 1/√2 ആ. 60 സൈൻ തീറ്റ √3/2 ആ. 60 സൈൻ തീറ്റ √3/2 ആ. അത് തിരിഞ്ഞു വരുമ്പം 2/√3 ആവും. ഇതല്ലേ സൈൻ തീറ്റയുടെ റേഷ്യോ. അപ്പോൾ സൈൻ തീറ്റയുടെ റേഷ്യോ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി √2/√3 ആ സൈൻ തീറ്റയുടെ റേഷ്യോ. നമ്മളോട് ചോദിച്ചാൽ സൈൻ തീറ്റയുടെ റേഷ്യോ അല്ല, നമ്മളോട് ചോദിച്ചത് ഇനീഷ്യൽ വെലോസിറ്റിയുടെ റേഷ്യോ. ഇനീഷ്യൽ വെലോസിറ്റിയുടെ റേഷ്യോ തിരിച്ചിട്ടാൽ മതി, ബിക്കോസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയുടെ റേഷ്യോ √3/√2 ഇതായിരിക്കും അതിൻ്റെ ആൻസർ, ഒന്നാമത്തെ ഓപ്ഷൻ. വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഒരു കാര്യം ഇവിടെ ഉണ്ട്, ടവർ ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ് ഫ്രം എ ടവർ ഓഫ് ഹൈറ്റ് 400 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 400 മീറ്ററിലുള്ള ഒരു ടവറിൽ നിന്നുമാണ് അത് പ്രൊജക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് താഴെ എത്താനുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് എന്നത് വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടില്ല ചോദ്യത്തിൽ. എന്തായാലും നമുക്കത് നോർമൽ പ്രൊജക്റ്റൈലാക്കിയിട്ട് എടുത്തിട്ട് ഡീൽ ചെയ്യാം. ഇനി താഴെ എത്താനുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ് ആണെങ്കിലും രണ്ടും ഒരേ ഹൈറ്റ് ആയതുകൊണ്ട് എന്താണ് താഴെ എത്താനുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ് ഇനീഷ്യൽ വെലോസിറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, എന്തായാലും അത് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് അവിടെ തന്നെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെ ലാൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതിപ്പോൾ ഇത് ചെയ്തേക്കുന്നത്. അല്ലാതെ താഴെ ലാൻഡ് ചെയ്യാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ വെർനിയർ കാലിപ്പർ 49 മെയിൻ സ്കെയിൽ ഡിവിഷൻ ആർ ഈക്വൽ ടു 50 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ 0.5 മില്ലിമീറ്റർ. വെർനിയർ കോൺസ്റ്റന്റ് എന്താണെന്നാണ് ചോദിച്ചത്. വെർനിയർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് കൗണ്ടാണ്. ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ എങ്ങനെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുക? ലീസ്റ്റ് കൗണ്ട് എന്താണ്? ലീസ്റ്റ് കൗണ്ട് എന്താണ്? വെർനിയർ സ്കെയിലിലെ ഒരു ഡിവിഷൻ എത്രയാണ് എന്നാണ് ലീസ്റ്റ് കൗണ്ട് പറയുന്നത്. വെർനിയർ സ്കെയിലിനകത്തുള്ള ഒരു ഡിവിഷൻ. മെയിൻ സ്കെയിലിലെ ഒരു ഡിവിഷൻ എത്രയാണ്? 0.5 mm ആണ്. മെയിൻ സ്കെയിലിലെ ഈ 0.5 mm ആണ് വെർനിയർ സ്കെയിലിൽ വരുമ്പോൾ എത്ര ഡിവിഷനാക്കി മാറ്റിയത്? 50 ഡിവിഷനാക്കി മാറ്റിയിട്ടുണ്ട്. കണ്ടോ? അപ്പം മെയിൻ സ്കെയിലിലുള്ള ഈ ഒരു ഡിവിഷൻ അതെത്രയാണ്? 0.5 mm ആണ്. ആ ഒരു ഡിവിഷൻ വെർനിയർ സ്കെയിലിൽ എത്തുമ്പോൾ 50 ഡിവിഷനാക്കി മാറ്റി. അപ്പം വെർനിയർ സ്കെയിലിലെ ഒരു ഡിവിഷൻ എത്രയാണ്? 0.5 mm/50. 0.5/50 എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് 10 to the പവറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 1 വരും. അതായത് 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 × 10⁻²² ഡിവൈഡഡ് ബൈ 50. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1 × 10⁻² മില്ലിമീറ്റർ, അതായത് 0.01 മില്ലിമീറ്റർ. 0.01 മില്ലിമീറ്റർ. വേറെ ഒന്നുമില്ല. അപ്പം ഓർക്കേണ്ട കാര്യം, ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വെർനിയർ സ്കെയിലിനകത്തുള്ള ഒരു ഡിവിഷനാണ്. വെർനിയർ സ്കെയിലിനകത്തുള്ള ഒരു ഡിവിഷൻ എവിടെ നിന്ന് അങ്ങനെ കിട്ടും? അത് മെയിൻ സ്കെയിലിലെ ഒരു ഡിവിഷനാണ് വെർനിയർ സ്കെയിലിൽ 50 കഷ്ണങ്ങളാക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 50 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. ഈ 49 മെയിൻ സ്കെയിൽ ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഒരു ഡിവിഷൻ 50 മാറ്റിയിട്ടെന്ന് പറഞ്ഞത്. വേറെ ഒന്നുമില്ല. ബാക്കി അതിൻ്റെ തിയറി ഒന്ന് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ടിക്കിൾ ഈസ് പ്ലേസ്ഡ് ഓൺ അപ്വേർഡ് പാരബോളിക് കർവ് y = x²/4. mu 0.5 ആണ്. വാട്ട് ഷുഡ് ബി ദി മാക്സിമം ഹൈറ്റ് അബവ് x ആക്സിസ് സോ ഡസ് നോട്ട് സ്ലിപ്പ്? നമുക്കറിയാം ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ എപ്പോഴാണ് പാർട്ടിക്കിൾ സ്ലിപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ പാർട്ടിക്കിൾ സ്ലിപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക tan θ = mu ആകുമ്പോഴാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. tan θ = mu ആയിരിക്കും ആ സ്ലിപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷനിൽ. അത് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. എന്താണ് tan θ? ഇവിടെ നിങ്ങൾക്ക് കർവായിട്ടാണ് തന്നത് y = x²/2 x²/4. അപ്പോൾ സ്വാഭാവികമായിട്ടും കാൽക്കുലസ് അറിയുന്നവർക്കറിയാം ഇവിടെ tan θ എന്ന് പറയുന്നത് ഈ കർവിൻ്റെ സ്ലോപ്പാണ്. ഈ കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് dy/dx ആണ്. അപ്പോൾ എന്താണ് ഇവിടെ dy/dx? dy/dx എന്ന് പറഞ്ഞാൽ 2x/4 എന്ന് വരും, x/2 എന്ന് വരും. ഈ dy/dx ആണ് tan θ. അങ്ങനെയാണെങ്കിൽ dy/dxനെ നേരെ mu ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് x/2നെ mu ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പാടും. മ്യൂയുടെ വാല്യൂ എത്രയാ? 0.5 എന്ന് തന്നിട്ടുണ്ട്. അത് 1/2 ആണ്. അപ്പോൾ tan θ ഇപ്പുറത്ത് mu. അവിടെ വെച്ച് തന്നെ x = 1 എന്ന് കിട്ടി. x അല്ല ചോദിച്ചത്, y ആണ് ചോദിച്ചത്. y കോർഡിനേറ്റ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 1/4. ഇതായിരിക്കും അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്കല്ല. ഇഫ് എ പ്രൊജക്ടർ ഈസ് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 4i + 3j, എ വെക്ടർ ഈസ് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ്, അതായത് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ്. അപ്പോൾ 5 മാഗ്നിറ്റ്യൂഡുള്ള ഒരു വെക്ടർ
അതിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ഷൻ വേറൊരു വെക്ടറായിട്ടാണ് തന്നെ 3i + 4j. ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ആ തന്ന ഡയറക്ഷൻ വെക്ടറിനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും 5 തന്നെയാണ്. അപ്പോൾ അതാണ് ആ വെക്ടർ. ആ എ വെക്ടർ എന്ന് പറയുന്നത് ബി ആണ്. അതായത് ബിയുടെ ഡയറക്ഷനിലുള്ള എൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടിയുള്ള ഒരു വെക്ടർ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തപ്പോൾ അത് 5 ആണ്, ബിൻ്റെ മാഗ്നിറ്റ്യൂഡും 5 തന്നെയാണ്. അപ്പോൾ പിന്നെ ബി തന്നെയാണ് ആ വെക്ടർ. ദെൻ 3 and x are the component of this vector in first quadrant. ആ വെക്ടറിൻ്റെ രണ്ട് കോർഡിനേറ്റുകൾ 3ഉം x ആണെന്ന് പറഞ്ഞു. ആ വെക്ടറിൻ്റെ രണ്ട് കോർഡിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ഉം 4ഉം ആണ്. അപ്പോൾ x 4 ആണ്. അത്ര വേറെ ഒന്നും അതിനെപ്പറ്റി പറയാനില്ല. x 4 ആണ്. ഓക്കെ, അപ്പോൾ എന്താ ഈ ചോദ്യത്തിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു മാഗ്നിറ്റ്യൂഡ് തന്നു, എന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻ തന്നു. ഡയറക്ഷൻ തന്ന വെക്ടറിനെ നോക്കിയപ്പോൾ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും തന്ന മാഗ്നിറ്റ്യൂഡും സെയിമാണ്. അപ്പോൾ പിന്നെ ആ വെക്ടർ തന്നെയാണ് അവർ പറഞ്ഞ വെക്ടർ. അതായത് ബി ആയിട്ട് അവർ തന്ന വെക്ടറാണ് അവരുടെ ആ ഒളിച്ചു വെച്ച ആ വെക്ടർ. ആൻഡ് മാഗ്നിറ്റ്യൂഡ് 5 നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ആ വെക്ടറാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അതിൻ്റെ എക്സ് കോമ്പണൻറ്റും വൈ കോമ്പണൻറ്റും ആണ്. 3 ആണ് തന്നിട്ടുണ്ട് എക്സ് കോമ്പണൻറ്റ്. വൈ കോമ്പണൻറ്റ് എന്താണെന്നാണ് ചോദിച്ചത്. 3ഉം എക്സും. അപ്പോൾ ഒന്ന് എക്സ് കോമ്പണൻറ്റ് 3, വൈ കോമ്പണൻറ്റ് 4 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 4 ആയിട്ട് പറയും. അടുത്ത ക്വസ്റ്റ്യൻ. എ പ്ലാനറ്റ് ഓഫ് മാസ് 1/6 മാസ് ഓഫ് ദി എർത്ത്, 1/3 ദി റേഡിയസ് ഓഫ് ദി എർത്ത്. എസ്കേ വെലോസിറ്റി എർത്തിൻ്റെ തന്നിട്ടുണ്ട്. ആ പ്ലാനറ്റിന് എന്താണെന്നാണ് ചോദിച്ചത്. എസ്കേ വെലോസിറ്റിക്ക് ഇക്വേഷൻ നമുക്കറിയാം, √2gm/r. ഇതാണ്. അതിൽ ആ പ്ലാനറ്റിൻ്റെ മാസ് 1/6 ആണ്. റേഡിയസ് 1/3 ആണ്. അപ്പോൾ മാസ് 1/6 റേഡിയസ് 1/3. ഓക്കെ, കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ എസ്കേ വെലോസിറ്റി എത്ര ടൈംസ് ആയിരിക്കും? എസ്കേ വെലോസിറ്റി എത്ര ടൈംസ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ 1/√2 ടൈംസ് ആയിരിക്കും. 1/6ഉം 1/3ഉം വെട്ടിപ്പോകുമ്പോൾ 1/2 വരും. റൂട്ടിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ അത് 1/√2 ടൈംസ് ആയിരിക്കും. ഇനി എർത്തിൻ്റെ എസ്കേ വെലോസിറ്റി എത്രയാണ്? 11.2 ആ. ഈ 11.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ 8√2 ആ. എർത്തിൻ്റെ എസ്കേ വെലോസിറ്റി 11.2, 8√2 ആണ് 11.2 ആയത്. √2ക്ക് 1.4 കൊടുത്താൽ മനസ്സിലാവും. ഇനി ആ പ്ലാനറ്റിലേക്ക് വരുമ്പോൾ ഇത് ഒരു 1/√2 ടൈംസ് കൂടി ആവുമെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്ലാനറ്റിൻ്റെ എസ്കേ വെലോസിറ്റി എത്രയായിരിക്കും? 8 km/h ആയിരിക്കും. 8 km/h. വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്കേ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താണെന്നൊന്ന് അറിഞ്ഞാൽ മതി. ബേസിക് ഇക്വേഷൻ എന്താ? അത് √2gm/r. അതിൽ മാസ് 1/6 ആയി, റേഡിയസ് 1/3 ആയി. പ്ലാനറ്റ് ഓഫ് മാസ് 1/6 എർത്ത് മാസ് ആൻഡ് റേഡിയസ് 1/3 എർത്ത് റേഡിയസ്. അപ്പോൾ രണ്ടും കൂടി എഫക്റ്റീവ് ആയിട്ട് വരുമ്പം 1/2 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 1/√2 ടൈംസ് ആവും. 1/√2 ടൈംസ് ആ പ്ലാനറ്റിൻ്റെ എസ്കേ വെലോസിറ്റി. അപ്പോൾ എർത്തിൻ്റെ എസ്കേ വെലോസിറ്റി എത്രയാണ്? 8√2. അതിനെ 1/√2 ടൈംസ് ആക്കുമ്പോൾ അത് 8 ആവും. ഓക്കെ, വളരെ എളുപ്പത്തിലുള്ളൊരു ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, ടൈം പീരീഡ്, പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് തന്നു. എക്സ് എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അത് എർത്തിൽ നിന്നും r ഡിസ്റ്റൻസ് എബോവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാറും. അവിടുത്തെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ g × r² / r+h². അപ്പോൾ g × r² / r+, അതായത് g × r² / 4r². HR എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ g/4 ഇതാണ് അവിടുത്തെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് എന്താ? 2π√L/g. ലെങ്ത് 4 ആണ് തന്നിട്ടുണ്ട്. g/10/4. അത് 10/4 തലതിരിഞ്ഞ് വരുമ്പോൾ 16 ആവും മുകളിൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2π√16/10. ഓക്കെ, മുകളിൽ 8 വരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2π√8/5. 8/5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, എക്സിൻ്റെ വാല്യൂ 5. അതാണ് ഈ ഷിഫ്റ്റിൽ നടന്ന ചോദ്യങ്ങൾ. സെക്കൻഡ് ഷിഫ്റ്റിൽ നടന്ന ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഹലോ, ഇപ്പോൾ നമ്മൾ ഇന്ന് 30 ജനുവരി ഷിഫ്റ്റ് 2 എക്സാമിൻ്റെ
+2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സ്ലോപ്പ് ഓഫ് ഗ്രാഫ് ബിറ്റ്വീൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഈസ്. എന്താണ് ക്വസ്റ്റ്യന്? സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ആണ്. ഏതൊക്കെ തമ്മിലുള്ള? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും തമ്മിൽ നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇങ്ങനെയാണ് വരിക. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിരുന്നത്? h/e എന്നാണ് പഠിച്ചിരുന്നത് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി ആണ് ചോദിച്ചിരുന്നത് എങ്കിൽ അത് h ആണ്. അത് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ സർക്യൂട്ട് റീഡിംഗ് ഓഫ് വോൾട്ട് മീറ്റർ ഈസ് 1 വോൾട്ട്. ഈ സർക്യൂട്ടില് വോൾട്ട് മീറ്ററിന്റെ റീഡിംഗ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആണ്. ദെൻ റെസിസ്റ്റൻസ് ഓഫ് വോൾട്ട് മീറ്റർ ഈസ്. അങ്ങനെയാണെങ്കിൽ വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയാണ് നോക്കിക്കോളൂ. 5 വോൾട്ട് ആണ് കൊടുത്തത്. അപ്പൊ ഇവിടെ 1 വോൾട്ട് വന്നു. അപ്പൊ ഇവിടെ 1 വോൾട്ട് വരും. അപ്പൊ ഇവിടെ 4 വോൾട്ട് വരും. ഇവിടെ 4 വോൾട്ട് വന്നാൽ ഇവിടുത്തെ കറണ്ട് എത്ര? 4/200 ആണ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കറണ്ട് എത്ര? 1/100 ആണ്. ഇത് 2/100 എന്ന് ഇതാ. അപ്പൊ നോക്കി നിങ്ങള്, ഇതില് 2/100 ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് 1/100 വന്നു എന്ന് പറഞ്ഞാൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 1/100 ഉണ്ടാവും അല്ലേ? ഇവിടെ 2/100 ആണ് പുറത്തു പോയത്. അപ്പൊ അങ്ങോട്ട് വരേണ്ടത് 2/100 ആണ്. അപ്പൊ 1/100 ഒരു ഇതിലൂടെ വന്നു. അപ്പൊ മറ്റോടത്ത് കൂടി 1/100 വരണം അല്ലേ? യെസ്. അപ്പൊ 1/100 ആണ് കറണ്ട്. ഈ വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞേ. വോൾട്ട് മീറ്ററിന്റെ കറണ്ട് 1/100 ആണ്. വോൾട്ട് മീറ്ററിന്റെ വോൾട്ടേജ് 1 വോൾട്ട് ആണ്. അപ്പൊ റെസിസ്റ്റൻസ് എങ്ങനെ കാണുക? V/I. V എത്ര? 1/I എത്ര? 1/100. സോ ആൻസർ വിൽ ബി 100 ഓം. ഈ പറഞ്ഞ ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ 100 ഓം ആണ്. നമ്മൾ ചെയ്യുന്നത് കുട്ടികൾ പറഞ്ഞിട്ടുള്ള മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ചിലപ്പം വാല്യൂസിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും. നിങ്ങൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കേടാ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഇൻ ദ സർക്യൂട്ട് ഷോൺ ഇഫ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇൻ ദ ഫോർവേഡ് ബയാസ് അക്രോസ് സിലിക്കൺ ആൻഡ് ജെർമേനിയം ഡയോഡ് ഈസ് 0.7 ആൻഡ് 0.3 വോൾട്ട്. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2.5 കിലോ ഓം റെസിസ്റ്റർ എന്നാണ്. അപ്പൊ 2.5 കിലോ ഓം റെസിസ്റ്ററിലെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കിട്ടണമെങ്കിൽ അവിടുത്തെ കറണ്ട് കിട്ടണം. കറണ്ട് കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ 15 വോൾട്ട് ആണ് കൊടുത്തത് അല്ലേ? അപ്പൊ ഇവിടെ ടോട്ടൽ സർക്യൂട്ടിൽ 15 വോൾട്ട് വരൂല. കാരണം എന്താ? ഇതിന് 0.7 വോൾട്ട് ഉണ്ട്, ഇതിന് 0.3 വോൾട്ട്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ഡ്രോപ്പ് എത്ര വന്നു? 1 വോൾട്ട് വന്നു. അപ്പൊ ടോട്ടൽ ഡ്രോപ്പ് 1 വോൾട്ട് വന്നാൽ പിന്നെ ഇവിടെ സർക്യൂട്ടിൽ എത്ര വോൾട്ടേ കിട്ടുള്ളൂ? 14 വോൾട്ടേ കിട്ടുള്ളൂ നമ്മൾ ഈ രണ്ട് റെസിസ്റ്ററിനും കൂടെ അല്ലെ? ഇത് 2.5 കിലോ ഓം, ഇത് 1.5 കിലോ ഓം. അപ്പൊ നമുക്ക് എത്ര കിട്ടും ടോട്ടലി ഇവിടുത്തെ റെസിസ്റ്റൻസ്? ടോട്ടൽ വോൾട്ടേജ് 14 ആണ്. അപ്പൊ കറണ്ട് എത്ര കിട്ടും? 14/2.5ഉം 1.5ഉം കൂടി സീരീസ് വന്നുകൊണ്ട് 4 × 10⁻³ എന്ന് വരും അല്ലെ? 2.5ഉം 1.5ഉം കൂടെ 4 അല്ലേ? അപ്പൊ 4 × 10⁻³ എന്ന് വരും. അപ്പൊ ആൻസർ എത്ര വരും? 7/2 മില്ലി ആംപിയർ എന്ന് വരും. ഇതാണ് നമ്മുടെ കറണ്ട്. അപ്പൊ കറണ്ടും റെസിസ്റ്റൻസും കിട്ടിയാൽ എങ്ങനെയാ നമ്മൾ കാണുക? കറണ്ടോ റെസിസ്റ്റൻസ് കിട്ടിയാൽ എങ്ങനെ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് കാണുക? വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു വോൾട്ടേജ് വിൽ ബി ഈക്വൽ കറണ്ട് എത്ര? 7/2 മില്ലി ആയതുകൊണ്ട് 10⁻³ ഇൻറ്റു റെസിസ്റ്റൻസ് എത്ര? 2.5 × 10⁻³ ദിസ് വിൽ ക്യാൻസൽ. സോ ഇതെത്ര വരും? 7 × 1.25 എന്ന് വരും. 7 × 1.25 8.75 വരും അല്ലേ? സോ ആൻസർ ഈസ് 8.75 വോൾട്ട്. ദാറ്റ് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് 2.5 കിലോ ഓം റെസിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ പോയിന്റ് സോഴ്സ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഒറിജിൻ. ഒറിജിനില് ഒരു പോയിന്റ് സോഴ്സ് ഉണ്ട്. The intensity at a distance 2 centimeter source is I എന്നായിരിക്കും കേട്ടോ. അത് 2 സെന്റിമീറ്റർ സോഴ്സിലെ ഇന്റൻസിറ്റി എത്രയാണ്? I ആണ്. അങ്ങനെയാണെങ്കിൽ 4 സെന്റിമീറ്ററിൽ ഇന്റൻസിറ്റി എത്ര ആയിരിക്കും എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പോയിന്റ് സോഴ്സ് ആണെങ്കിൽ ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? 1/ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തടാ? I2/I1 ഈക്വൽ ടു എന്തെന്ന് എഴുതാം? D1/D2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇൻവേഴ്സ്ലി അല്ലേ? യെസ്. അപ്പൊ I2/I1 I ആണ് ഈക്വൽ ടു D1 എത്ര?
2 ബൈ d2 എത്ര 4 ഹോൾ സ്ക്വയർ. അപ്പൊ എന്താ ഇവിടെ I2 ബൈ I ഈക്വൽ ടു 1/2 സ്ക്വയർ 1/4 ആവും. അപ്പൊ I2 ഈക്വൽ ടു എന്താ ഇവിടെ I/4 ആവും. ദാറ്റ് ഈസ് ദ ആൻസർ. I2 ഈക്വൽ ടു I/4. ഓക്കെ യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The voltage across a 5 ohm resistor V equal to 200 sin 100 pi t. അഥവാ അതൊരു SHM പോലെയുള്ളൊരു ഇതാണ് AC കറണ്ട് വരിക. AC കറണ്ട് വോൾട്ടേജ് പറയുന്നത്. യെസ്. ഫൈൻഡ് ഔട്ട് ദ ടൈം റിക്വയർഡ് ഫോർ കറണ്ട് ത്രൂ ഇറ്റ് ടു ചേഞ്ച് ഫ്രം I0/2 ടു I0/2 ഐയിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള കറണ്ട് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാ I0/2 ടു I എന്ന് പറഞ്ഞാല് അഥവാ ഇത് ഇങ്ങനെയാണ് വരിക. 0 I0 0 മൈനസ് I0 0. ഇതൊരു SHM പോലെടാ. 0 മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, 0 മിനിമം അല്ല മൈനസ് എ ദെൻ അഗെയിൻ 0. അതാണ് സംഭവം. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ത് A/2 ആംപ്ലിറ്റ്യൂഡിൽ നിന്നും എയിലേക്ക് എത്താൻ T/6 സമയമാണ് എടുക്കുക എന്ന് പഠിച്ചിട്ടുണ്ട്. എയിൽ നിന്ന് A/2ലേക്ക് എത്താൻ T/12 ആണ്. A/2 എയിലേക്ക് എത്താൻ T/6 ആണ്. 0 എയിലേക്ക് എത്താൻ T/4 ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ T/6 എടുത്താൽ മതി. ടൈം പീരീഡ് എത്ര കിട്ടുക? ടൈം പീരീഡ് നമുക്ക് ഒമേഗ സീക്വലൂടെ എത്ര പറഞ്ഞു 100 പൈ. അപ്പൊ 2π/T സീക്വൽ എത്ര 100 പൈ. അപ്പൊ T സീക്വൽ എത്ര അവിടെ 2π/100 പൈ. അപ്പൊ എത്ര ആവും 2/100 1/50 ആവും അല്ലേ? സോ ആൻസർ വിൽ ബി ഈക്വൽ എത്ര വരും? ടൈംസ് ഈക്വൽ T/6 1/50/6. അപ്പൊ എത്ര വരും 1/300 എന്ന് വരും. എങ്ങനെയായിരുന്നു ചോയ്സ് ഉണ്ടായിരുന്നു അറിയില്ല. 1/300 എന്നാണ് ഇപ്പൊ ഇതിൽ നമ്മൾ കാണുന്നത്. അപ്പൊ നിങ്ങൾ അത് എടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. 6 × 10⁵ ജൂൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. 6 × 10⁵ ജൂൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. അപ്പൊ എനർജി ഇൻസിഡന്റ് ചെയ്യുന്ന എനർജി 6 × 10⁵ ആണ്. സർഫസിൽ ഒന്ന് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ മൊമെന്റം ഇംപാർട്ടഡ് ഇഫ് ദ സർഫസ് ഈസ് കംപ്ലീറ്റ്ലി അബ്സോർബിങ്. എന്താ മൊമെന്റത്തിന്റെ ഇക്വേഷൻ? E/c അല്ലെ? ടോട്ടൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കംപ്ലീറ്റ്ലി അബ്സോർബിങ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നില്ല. തിരിച്ചു വന്നാൽ 2E/c ആണ്. അങ്ങോട്ട് മാത്രം പോവുകയാണെങ്കിൽ എന്തെടുത്താൽ മതി? നിങ്ങൾ E/c എടുത്താൽ മതി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ E എത്ര 6 × 10⁵ C എത്ര T × 10�8. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2. അപ്പൊ ആൻസർ 2 × 10⁻³ എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 3. 2 × 10⁻³ ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ യെസ്. സിമ്പിൾ. നെക്സ്റ്റിലേക്ക് പോവാം. നമ്മളെ വേവ് ഒപ്റ്റിക്സ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. 2 പോളറോയിഡ്സ് ഉണ്ട് അല്ലേ? ഇത് I0 അൺപോളറൈസ്ഡ് ലൈറ്റ് അല്ലേ വന്ന് ഇൻസിഡന്റ് നോക്കി. ഇത് I0 ആകുമ്പോൾ ഇത് എത്ര വരുടാ I0/2. ഇവിടെ എത്ര വരും I0/2 cos square 45. കാരണം രണ്ടും തമ്മിലുള്ള ആംഗിൾ 45 ആണ്. അപ്പൊ ആൻസർ എത്ര കൂടാ I0/2 × cos square 45 എത്ര 1/√2 സ്ക്വയർ 1/2. സോ ആൻസർ എത്രയാടാ I0/4. ദാറ്റ് ഈസ് ദ ആൻസർ I0/4. ഓക്കെ I0/4 an ആൻസർ യെസ്. അടുത്തത് നോക്കൂ. എ സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് 1 മീറ്റർ ഈസ് ക്യാരിയിങ് കറണ്ട് ഓഫ് 5 ആംപിയർ. ഇതിലൂടെ കറണ്ട് 5 ആംപിയർ പോകുന്നുണ്ട്. ഓക്കെ ദെൻ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഈസ് x√2 × 10⁻⁻7 ടെസ്ലയാണ്. സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് x√2 × 10⁻⁵5 ടെസ്ലയാണ്. അപ്പൊ ഇത് കാണാനുള്ള പരിപാടി എന്താ? ഈ ഒരാൾ ഉണ്ടാക്കുന്ന ഫീൽഡ് കണ്ടെത്തി × 4 ചെയ്താൽ പോരെ? അപ്പൊ ഇവിടെ ഒരാൾ ഉണ്ടാക്കുന്ന ഫീൽഡ് കാണുമ്പോൾ ഇത് 45 ഇത് 45. അപ്പൊ എത്ര വരും μ0I/4π × a എത്ര വരും 0.5. ഇതിന്റെ പകുതി ഡിസ്റ്റൻസ് അല്ലേ വരുള്ളൂ a. അപ്പൊ 0.5 × കോസ് അല്ല സൈൻ 45 + sin 45. അപ്പൊ 2 × sin 45 എന്ന് വരും. ഇത് ഒരാൾ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനത്തെ എത്ര ഉണ്ട് 4 ഉണ്ട്. ഇത് സോൾവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി x കണ്ട. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് μ0 4π × 10⁻⁻7. അപ്പൊ 4 × 4π × 10⁻⁻7 × I5 ബൈ ഇത് 4π × 0.5നെ 5 × 10⁻⁻1 × 2 × sin 45 1/√. അപ്പൊ √2 എന്ന് വരും. ഓക്കെ അപ്പൊ ആൻസർ എന്ത് വരും? ഈ 5ഉം 5ഉം പോയി 4π പോയി ഇത് പോകുമ്പോൾ -6 ആവും. സോ ആൻസർ എത്ര വരും 4 × √2.
യെസ് 4√2 ഇൻറ്റു 10⁻⁻6 എന്നാണ് വരുന്നത്. അപ്പൊ 10⁻⁻7 അവിടെ തന്നിട്ടുള്ള അപ്പൊ എന്ത് വരും 40√2 ഇൻറ്റു 10⁻⁻7 എന്ന് വരും. അപ്പൊ എക്സ് ആരാ 40 ആണ്, കാരണം x√2 ഇൻറ്റു 10⁻⁻7 അല്ലേ, അപ്പൊ x ഈക്വൽ ടു 40 ആണ്. ഇങ്ങനെയാണ് ചോയ്സെങ്കിൽ ഇതാണ് ആൻസർ. ഓക്കെ, അല്ല ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ എങ്കിൽ ഇതാണ് ആൻസർ. അടുത്തത് നോക്കടാ, ഇലക്ട്രോൺ ഈസ് ജമ്പിങ് ഫ്രം 5th എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു 1st എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നത് 5th എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ n ഈക്വൽ 6ൽ നിന്ന് n ഈക്വൽ ടു എങ്ങോട്ടാ ജമ്പ് ചെയ്യുന്നത് 1ലേക്കാണ് ജമ്പ് ചെയ്യുന്നത്. 5 4 3 2 അല്ല 1ലേക്കല്ല, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്കാണ് ജമ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ n ഈക്വൽ 5, n ഈക്വൽ 4 6, n ഈക്വൽ 5, n ഈക്വൽ 4, n ഈക്വൽ 3, n ഈക്വൽ 2, 2ലേക്കാണ് ജമ്പ് ചെയ്യുന്നത്. അപ്പൊ ഇക്വേഷൻ അറിയില്ലേ, ആ ഇക്വേഷൻ കൊടുത്തിട്ട് അതിൽ n എന്ത് കൊടുത്താൽ മതി, n2 ന് 5ഉം n1 1ഉം അല്ല 2ഉം കൊടുത്താൽ, അല്ല n2 6ഉം n1 2ഉം കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും അല്ലേ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏറ്റവും നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉണ്ട് n ഇൻറ്റു n-1/2, ഇത് യൂസ് ചെയ്താൽ മതി. ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ n എടുക്കേണ്ട എന്താണ്, രണ്ടാളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ ഈ 6ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര, അല്ലെങ്കിൽ 5ന്ന് 1ക്കാണ് ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിക്ക് ജമ്പ് ചെയ്യുമ്പോഴേ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ കേസിൽ 2ന്ന് 6ന്ന് 2ക്കാണ് ജമ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഇക്വേഷന് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് ജമ്പ് ചെയ്യണം, ഗ്രൗണ്ട് സ്റ്റേറ്റിക്ക് ജമ്പ് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കാൻ പാടില്ലല്ലോ അല്ലെ. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കാൻ പാടില്ല. അപ്പൊ 6ന്ന് 2ക്കാണ്, 5ന്ന് 1ക്കാണ്. അപ്പൊ ആ ഡിഫറൻസ് അങ്ങനെ ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്, 6ന്ന് 2 5ന്ന് 1ക്കായുള്ള പോലെ ആയിരിക്കും. അപ്പൊ എത്ര വരും, 5 × 4 - 1. അങ്ങനെ ആലോചിച്ചാൽ മതി നിങ്ങള്. 6ന്ന് 2 ആണ് ശരിക്ക്. ഇത് 1ക്കാണെങ്കിൽ എവിടുന്ന് ജമ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കും, 5ന്ന് 1ക്ക് ജമ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പൊ ഇതിൽ ആ 5 ഇട്ട് കൊടുത്താൽ മതി. 5 × 4/2, ആൻസർ ഈസ് 20/2, ദാറ്റ് ഈസ് 10. ഇങ്ങനെ വരച്ചു വേണം അങ്ങനെ കിട്ടൂ. 1 2 3 4 5 6 7 8 9 10 എങ്ങനെ വന്നാലും ആൻസർ കിട്ടും. ഇനി മറ്റേതെന്താ, n2 - 1 ഇൻറ്റു n2 + 1 - 1 ബൈ എന്താണ് അല്ലെ, n2 - n1 + 1/2. ആ ഇക്വേഷൻ ഉണ്ടല്ലോ അതിലിട്ട് കൊടുത്താൽ മതി, അപ്പൊ ആൻസർ കിട്ടും. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ ആ ഇക്വേഷൻ കൊടുത്തത് അങ്ങനെയും കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എം ചാർജ് -q റൊട്ടേറ്റ്സ് അറൌണ്ട് എ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ആസ് ഷോൺ. ദ ടൈം പീരീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ദിസ് മച്ച്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്, ഒരു ഇതിന് ചുറ്റും അറൌണ്ടിൽ റിവോൾവ് ചെയ്യാണ്. അപ്പോ ഇതൊരു ചാർജ്ഡ്, ഇതെന്താണ്, ഒരു ഇൻഫിനിറ്റി ലൈൻ ചാർജ് ആണ്. അതിന്റെ ഇത് ലാംഡ ആണെങ്കിൽ അത് ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് എത്ര, ഇവിടെ പയ്യൊക്കെ വെച്ചിട്ടല്ല. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ഇക്വേഷന്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് ചാർജ് വിൽ ബി ഈക്വൽ ടു എന്താണ്, λ/2πε0 r ആണ്. പഠിച്ചിട്ടില്ലേ, λ/2πε0 r ആണ്. അതിന്റെ അടുത്ത് നമ്മൾ ഒരു ചാർജിനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് തമ്മിൽ ഉണ്ടാകുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഒരു ചാർജിനെ ഈ ആളാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുക. ഈ പറയുന്ന ചാർജിന്റെ മുകളിൽ നമ്മുടെ ഈ ലൈൻ ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുക. ഈ ലൈൻ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത് അല്ലെ. അതിലൊരു ചാർജ് വെച്ചാൽ അത് ഉണ്ടാക്കുന്ന ഫീൽഡ് എങ്ങനെ കാണുക, q ലാംഡ, ഫോഴ്സ് എങ്ങനെ കാണുക, സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ല ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എങ്ങനെ കാണുക, q λ/2πε0 r. കാരണം ഫോഴ്സ് ഈക്വൽ QE ആണ്. ഇതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക, അഥവാ mr⍵². ഇവിടെ നമുക്ക് ഒമേഗ കിട്ടും. 6 ക്യാൻസൽ ആവൂല, 6 ഇങ്ങോട്ട് വരുമ്പോ എന്താവും, m⍵² ഈക്വൽ q λ/2πε0 എന്ന് വരും. അപ്പൊ ω² എന്ത് വരും, ഒമേഗ എന്ത് വരും, ഒമേഗ ഈക്വൽ ടു q λ/2πε0 എമ്മിന്റെ റൂട്ട് വരും. ഇനി ഒമേഗ എന്താടാ, ഒമേഗ എന്താ 2πε0 ആണ്. ഓക്കെ, ഒമേഗ ഈസ് 2πε0 ആണ്. അപ്പൊ ഒമേഗ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2πε0 ആണ്. അല്ല, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ, 2π/t ആണ്. ദിസ് വിൽ ബി ഒമേഗ. ഓക്കെ, ഒമേഗ ഈക്വൽ 2π/t ആണ്. അപ്പൊ എന്ത് വരും, ഒമേഗ ഈക്വൽ ടു 2π/t. അപ്പൊ t ഈക്വൽ ടു എന്തായി, 2π/ω ആയി അല്ലെ. t ഈക്വൽ 2π/ω. യെസ്, അപ്പൊ t ഈക്വൽ എന്തായി, 2π/ω. എന്താടാ ഒമേഗ,
റൂട്ട് ക്യൂ ലാംഡ ബൈ തിരിച്ചിട്ടാൽ മതി റൂട്ട് 2π എപ്സിലോൺ 0 എം ബൈ ക്യൂ ലാംഡ താഴെ വരും. ഓക്കെ, ഞാൻ 2π ഉള്ളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ടി എന്താവും റൂട്ട്, നമുക്ക് ആൻസർ ആ ചോയ്സ് അങ്ങനെയല്ല. യെസ്. അപ്പൊ ഇത് ഉള്ളിൽ കൊടുക്കുക. 2 ഉള്ളിലേക്ക് പോകുമ്പോൾ 4 × 2 8 ആവും. പൈ സ്ക്വയറും ഒരു പൈയും കൂടി പൈ ക്യൂബ് ആവും. എപ്സിലോൺ 0 എം ബൈ ക്യൂ ലാംഡ എന്ന് വരും. ഇങ്ങനല്ലേ വന്നിട്ടുള്ളത്. ഒരു r² നമുക്ക് എവിടെ മിസ്സായല്ലോ, ഇവിടെ മിസ്സായി. ഇവിടെ ഒരു r² ഉണ്ടല്ലോ അല്ലേ. ഈ ഒരു r ഇവിടെ ഉണ്ടാവൂലേ. യെസ്, ഒരു r². അപ്പൊ ഇവിടെ വരും. ഇവിടെ ഇതാ മറന്നാണ്. അപ്പൊ ഇവിടെ ഒരു r² ഉണ്ട്, ഇവിടെ ഒരു r² ഉണ്ട്. അപ്പൊ ഇത് ഈക്വൽ ടു ദിസ് മച്ച് ആണ്. അപ്പൊ എക്സ് എത്ര ഇവിടെ 8 ആണ്. എക്സ് ഈക്വൽ ടു 8. ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ, സിമ്പിൾ. യെസ്, മൂവിങ് ടു നെക്സ്റ്റ്. ഇതെന്താ? Two identical charged particle connected with light thread from common point as shown in figure. After putting arrangement in liquid, the angular separation between block does not change. The relative density of the particle is 1.4 and liquid is 0.7. Dielectric constant of liquid is. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ആദ്യം ഇതിനെ എയറിൽ വെച്ചു അല്ലെങ്കിൽ വാക്വത്തിൽ വെച്ചു. അപ്പോൾ ഒരു ആംഗിളിൽ ഇത് എന്ത് ചെയ്യും? റിപ്പൾസീവ് ഫോഴ്സ് കൊണ്ട് അത് അറേഞ്ച് ആവും. ഇതേ സംഭവത്തിന് നമ്മളൊരു ഡൈലക്ട്രിക് മീഡിയം ഉള്ള ഒരു മീഡിയത്തിൽ വെക്കുകയാണ്. അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. ആ സമയത്തും അവിടെ ഉണ്ടാകുന്ന ആംഗിളിൽ മാറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മളെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇത്രയേ ഉള്ളൂ. റോ മൈനസ് സിഗ്മ ബൈ സിഗ്മയാണ്. റോ എന്ന് പറഞ്ഞാൽ ബോഡിൻ്റെത്, സിഗ്മ എന്ന് പറഞ്ഞാൽ ലിക്വിഡിൻ്റെത്. ഡെൻസിറ്റി റോ എത്രയാണ്? 1.4 ആകുമ്പോൾ 1400 മൈനസ് സിഗ്മ എത്ര? 700 ബൈ 700. ഇപ്പൊ ആൻസർ എത്ര വരും? കേസ് ഈക്വൽ ടു സോറി തിരിഞ്ഞു ഇങ്ങനല്ല ഇക്വേഷൻ. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? കേസ് ഈക്വൽ ടു റോ ബൈ റോ മൈനസ് സിഗ്മ ആയിരുന്നു അല്ലെ. റോ ബൈ റോ മൈനസ് സിഗ്മയാണ് കെ വരിക. അപ്പൊ റോ എത്ര? 1400 ബൈ 1400 മൈനസ് 0.7. സോ ആൻസർ എത്ര? 1400 അല്ല, അത് 700. അപ്പൊ 1400 ബൈ 700 ആൻസർ വിൽ ബി ഈക്വൽ ടു 2. ദാറ്റ് ഈസ് ദ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഒരു ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 ഈക്വൽ മാസുള്ള ന്യൂക്ലിയസ് ആയിട്ട് മാറിയിട്ട് അതിന്റെ വെലോസിറ്റിയോ എന്തോ കാണാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതെങ്ങനെയാ ചെയ്യാ? ഇതിന്റെ മാസ് ഡിഫക്റ്റ് ഡെൽറ്റ എം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന എനർജി എത്ര? ഡെൽറ്റ എം സി സ്ക്വയർ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇതിന്റെ മാസ് എം ആണെങ്കിൽ ഇവിടെ m/3 എന്നാണ് ചോയ്സിൽ ഉണ്ടായിരുന്ന എന്റെ ഓർമ്മ. ഡെൽറ്റ എം കുറയും, പക്ഷെ ആൻസർ ചോയ്സിൽ എം അത് നെഗ്ലക്ട് ചെയ്ത് ഒഴിവാക്കി. കാരണം ആ ഡെൽറ്റ എം വളരെ ചെറുതായിരുന്നല്ലോ. അപ്പൊ അത് നെഗ്ലക്ട് ചെയ്ത് ഒഴിവാക്കിയ രീതിയിലായിരുന്നു ചോയ്സ് ഉണ്ടായിരുന്ന എന്റെ ഓർമ്മ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 3 ഉണ്ടല്ല, 3 × ½ × m/3 ഇൻറ്റു എന്ത് വരും? വി സ്ക്വയർ എന്ന് വരും. സോ ഇത് ക്യാൻസൽ ആവും. അപ്പൊ എന്താവും? വി സ്ക്വയർ is equal to 2 ഡെൽറ്റ എം സി സ്ക്വയർ ബൈ എം. അപ്പൊ വി is equal to എന്ത് വരും? വി is equal to റൂട്ട് ഓഫ് 2 ഡെൽറ്റ എം ബൈ റൂട്ട് ഓഫ് 2 ഡെൽറ്റ എം സി പുറത്തെടുത്തിട്ടാണ് ഉണ്ടായിരുന്നുണ്ട്. 2 ഡെൽറ്റ എം ബൈ എം. ഇതാണ് ആൻസർ വരിക. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളെ +2 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയത് വെച്ചിട്ടുള്ള ആൻസേഴ്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. സോ ബൈ. അപ്പോൾ ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ ക്വസ്റ്റ്യൻസ് അത്ര വലിയ ടൈറ്റ് അല്ലായിരുന്നു. ഈവനിങ് സെഷനിലെ ഇതിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വലിയ ടൈറ്റുള്ള ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ കണ്ടത്. ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു ഫിസിക്സിൽ ഉണ്ടായിരുന്നത് 30-ാം തീയതി ഈവനിങ് ഷിഫ്റ്റിൽ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പാഠങ്ങളിൽ നിന്ന് വിചാരിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു നമുക്ക് ഈ ഒരു ഷിഫ്റ്റിൽ കണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ ബൈ.